ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു സലാഡായിട്ടാണ്. ആ സലാഡ് നമുക്ക് എങ്ങനെയാണ് ഒന്ന് തയ്യാറാക്കണമെന്ന് നോക്കാം. ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് സോസ് ഉണ്ടാക്കിയാൽ മതി. അത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതാ നോക്കിക്കേ, ഞാൻ ഇവിടെ കട്ട് ചെയ്താണ് നല്ലതുപോലെ വാഷ് ചെയ്ത്. ജർജിറ അറിയാലോ, ജർജിറാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ബെർബീറാണ്. ഇത് ബെർബീറാണ്, പുളിയൽ കണക്കാണ് ഇരിക്കുന്ന ബെർബീറാണ്. കണ്ടല്ലോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റാഡിഷാണ്. കണ്ടോ, റാഡിഷ് ഇതേമാതിരി റൗണ്ട് ആക്കി കട്ട് ചെയ്തേണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എൻ്റെ കയ്യിൽ കുറച്ച് ചൈനീസ് കസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരു തുണ്ടെടുത്ത് കഴുകി എടുത്തതാണ്. ഇത്ര സാധനം ഞാൻ ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 ബെലിഞ്ചാൻ എടുത്ത് ഇതേമാതിരി സൈസ് ചെയ്ത് ഫ്രൈ ആക്കി എടുത്തേന്. കണ്ടല്ലോ, വെരി തിന്നായിട്ട് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഫ്രൈ ആക്കി എടുത്തേന്. കണ്ടല്ലോ നിങ്ങള്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് ഇതേമാതിരി ചിപ്സ് ആക്കി എടുത്തതാണ്. കണ്ടല്ലോ, 2 ഉരുളൻകിഴങ്ങാണിത്. ഞാൻ ഇത് ചിപ്സ് ആക്കി എടുത്തേന്. അടിപൊളി ഒരു സലാഡാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കി. അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലോട്ടൊന്ന് അതൊന്ന് സർവ് ചെയ്ത് വെച്ചതിന് ശേഷം സോസ് ഉണ്ടാക്കാം. ഇതേമാതിരി ഞാനൊരു ഗ്ലാസ് ബോളാണ് എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതേമാതിരി ഒരു നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം കുറച്ച് കണ്ടല്ലോ ജർജിർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിൽ ഒരു 5-6 പീസ് റാഡിഷ് വിതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ലെയ്ത്തൂസ് ആഡ് ചെയ്ത് കൊടുക്കാം, ചൈനീസ് കസ്. അതിനുശേഷം കുറച്ച് ബാല റാഡിഷ്. ഇത് ബാല എന്നാണ് അറബി പേര് പറയുന്നത്, മറ്റേ അല്ലാത്ത റാഡിഷ് ബെർബീർ എന്ന് പറയും. സോറി, ബെർബീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഞാൻ കുറച്ച് ലൈറ്റൂസ് ആഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഞാൻ ജർജീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങള്. ജർജീർ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് അതിന്റെ മുകളിലോട്ട് കുറച്ച് ബെലിഞ്ചാൻ ഇതുപോലെ അവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കോരമ്പം ബെലിഞ്ചാനും എല്ലാം കൂടി നമുക്കിത് കിട്ടണം സ്പൂണിനകത്ത്. അപ്പം നോക്കിക്കേ. ഇനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് ബെർബീറും കൂടെ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ബെർബീർ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കിക്കേ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ബെർബീർ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇലകളെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നോക്കി, പുളിയാണ് മക്കളെ, പുളിയാണ്. പുളി പൊപ്പിളാപ്പിയാണ്.